ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാൽ എന്ത്? ഇത് പെർമനന്റ് ആണോ, സേഫ് ആണോ? ഇതിനെക്കുറിച്ച് നമ്മൾ അറിയാം. ഞാൻ ഡോക്ടർ സെന്തിൽകുമാർ, കോസ്മെറ്റിക് സർജൻ, കാനത്തോട്. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാൽ ഒരു ഭാഗത്തിലുള്ള മുടിയെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് വെക്കുന്നതിനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. സിമ്പിളായിട്ട് പറയുമ്പോൾ മുടി ഇടം മാറ്റി വെക്കുന്നത്. നമ്മുടെ തലഭാഗത്തിൽ മുടി വളരുന്ന ഭാഗത്തേക്ക് സ്കാൽപ്പ് എന്ന് പറയും. ഈ സ്കാൽപ്പിൽ രണ്ട് ഭാഗമുണ്ട്, മുൻവശത്തുള്ള ഭാഗം, പിൻവശത്തുള്ള ഭാഗം. ഈ മുൻവശത്തുള്ള ഭാഗം ഹോർമോൺ സെൻസിറ്റീവ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ഈ മെയിൽ പാറ്റേൺ ബാൾനെസ്, ജെനറ്റിക് പാറ്റേൺ ബാൾനെസ് അഫക്റ്റ് ചെയ്യും. പക്ഷേ പിൻവശമുള്ള ഭാഗം അങ്ങനെയല്ല. അതിൻ്റെ പേരാണ് പെർമനന്റ് ഹെയർ സോൾ. ഒരു ചിലർ നോക്കുമ്പോൾ തല മൊത്തം ചൊട്ടയായിരിക്കും, പക്ഷേ ബാക്ക് സൈഡ് മാത്രം മുടി ഉണ്ടാകും. അതാണ് പെർമനന്റ് ഹെയർ സോൾ. ഈ പെർമനന്റ് ഹെയർ സോളിന് സെലക്റ്റീവായിട്ട് മുടിയെടുത്ത് മുൻവശത്തേക്ക് വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടും. ഇത് മാത്രമല്ലാതെ ഹെയർ എങ്ങനെ എടുക്കും, എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ സ്റ്റോർ ചെയ്യും, അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. കോമൺ ആയിട്ട് നോക്കുമ്പോൾ നല്ല സെന്റർ ഒരു വലിയ ഡോക്ടർ ചെയ്യുമ്പോൾ 95% കിട്ടും. അങ്ങനെ എന്നാൽ 100 മുടി ഇട്ടാൽ 95 മുടി നോക്കും. ഇത് ഒരു വലിയ റിസൾട്ടാണ്. പിന്നെ അടുത്ത ചോദ്യം, ഇത് സേഫ് ആണോ? നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു കോസ്റ്റ് ഡ്രിവൺ മാർക്കറ്റാണ്. എവിടെ ചീപ്പായി കിട്ടുമോ അവിടെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ആരോഗ്യ പ്രവർത്തനമാണ്. ഈ നോർത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ 1-2 ആൾക്കാർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മറിച്ചിട്ടുണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് മറിച്ചിട്ടില്ല, എവിടെ ചെയ്യുന്നത് അറിയാതെ ചെയ്തത് കാരണമാണ്. ഒരു വലിയ സെൻട്രൽ ചെയ്യുമ്പോൾ ഒരു ഇന്റർനാഷണൽ പ്രോട്ടോകോൾ ഫോളോ ചെയ്യും, സ്റ്റെറിൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യും. പിന്നെ ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉണ്ടാകും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു സേഫ് പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നമ്പർ വിളിക്കാം, ഞാൻ ആൻസർ ചെയ്യും. ഞാൻ ഡോക്ടർ സെന്തിൽകുമാർ, കോസ്മെറ്റിക് സർജൻ.